നമസ്കാരം. ഈ RTO ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യരു പ്രത്യേക സ്വഭാവമാണ്. അവർക്കൊരു അഹങ്കാരമുണ്ട്. എന്താണ്? അവർ വിചാരിച്ചാൽ ഈ റോഡുകളെല്ലാം അവരുടെയാണ്, ഇവിടെ ഓടുന്ന വാഹനങ്ങളൊക്കെ അവരുടെയാണ്, എല്ലാം അവരുടെയാണ്. അവർ വിചാരിച്ചാൽ വാഹനം ഓടിച്ചുകൊണ്ട് ഒരാളെ നിർത്താൻ പറ്റും, വാഹനം പിടിച്ചവിടെ ഇടാൻ പറ്റും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റേതൊരു MVD, RTO എന്നൊക്കെ പറയണത് എല്ലാം അഹങ്കാരം പിടിച്ചു. ഒരാൾ പോലും ഞാൻ ഈ ഒരുപാട് RTOമാരുടെ ജീവിതത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് കിട്ടിയ കൈക്കൂലി പണം കൊണ്ടുണ്ടാക്കിയത് കൊണ്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ഡൈവോഴ്സ് ആവുകയും ദുരന്തങ്ങൾ അനുഭവിക്കുകയും ദുഃഖങ്ങൾ അനുഭവിക്കുകയും നിരാശപ്പെടുകയും അവസാനം അമ്പലത്തിൻ്റെ തിണ്ണയിൽ പോയിരിക്കുക ആൽത്തറമൂട്ടിൽ ചെന്നിരിക്കുന്ന ഒരുപാട് ഈ RTO ഓഫീസ് ഈ MVDമാരായിരിക്കും ഒരുപാട് പേരെ എനിക്കറിയാം. കാരണം നിങ്ങൾ ആ പവറുണ്ടായിരുന്ന കാലത്ത് മനുഷ്യരോട് ചെയ്യുന്ന ഹീനമായ പ്രവൃത്തിയുടെ ഫലങ്ങളാണ് ഇതൊക്കെ. എന്നെ ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചു. ഇവിടുത്തെ ഒരു വലിയ RTOക്കാരൻ്റെ 2ാം ഭാര്യയാണ്. അവരെന്നോട് പറഞ്ഞത് ഞാനിവിടെ പറയുന്നില്ല, പാവം ഒരു സ്ത്രീ. അവർ വേറെ ഒന്നും ചോദിച്ചില്ല, ഭർത്താവിൻ്റെ കുറ്റം പോലും. ഞാൻ ചോദിച്ചു എന്താണ് ജോലി, അപ്പോൾ അദ്ദേഹം ഇതാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ സംസാരിക്കുന്നില്ല. സ്വാമി ഇതൊന്നും പോയി അവിടെ പറഞ്ഞു കളയരുത്. DNA-യിൽ എനിക്കറിയേണ്ടത് എനിക്കൊരു കുഞ്ഞുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യയാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശാന്തിയും സമാധാനവും കിട്ടുമോ, എനിക്ക് ജീവിക്കാൻ പറ്റുമോ സ്വാമി? ഞാനൊന്നും പറയാൻ നിന്നില്ല. കാരണം ഇന്നും ഔദ്യോഗികമായിട്ടുള്ള ഉയർന്ന തലത്തിൽ AC മുറിക്കകത്ത് ഞെളിഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ ഒരു വണ്ടി ഓടണമെങ്കിൽ, വണ്ടി വേണമെങ്കിൽ നിൻ്റെ വണ്ടിയോടുകൂടി നിന്നെയും കൂടെ പിടിച്ച് അകത്തിടാൻ പറ്റുന്ന ചില ഒരു പേപ്പർ ഒപ്പിടാം എന്ന് വിചാരിക്കുന്ന ഇത്തരം ആൾക്കാരുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷെ ആ ഭാര്യ ഒന്നും പറഞ്ഞില്ല. സ്വാമി എനിക്കും എൻ്റെ കുഞ്ഞിന് ജീവിക്കാൻ പറ്റുമോ, അത് മാത്രം പറഞ്ഞാൽ മതി. ഒന്നും ഒരു പറയാൻ നിന്നില്ല. നല്ല ഉത്തമയായ സ്ത്രീ, മുമ്പിലോട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് പറയാം, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കണ്ടുപിടിച്ച് നിങ്ങൾ ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. കേരളത്തിലെ സമ്പന്ന വർഗത്തിൽപ്പെട്ട ഔദ്യോഗിക തലത്തിൽ കൊടിവെച്ച കാറുകളിൽ പോകുന്ന, അല്ലെങ്കിൽ നെയിം പ്ലേറ്റോടുകൂടി ഗർഭോടുകൂടി പോകുന്ന പല ഉദ്യോഗസ്ഥന്മാരുടെയും ദാമ്പത്യങ്ങളിൽ വീഴുന്ന വിള്ളലുകൾ, അവരുടെ ദാമ്പത്യമില്ലായ്മ, ചിരിച്ചാൽ തനിക്ക് മുഖത്തുള്ള ഒരാളോട് ഗൗരവപരമായിട്ട് ഇങ്ങനെ ഞെളിഞ്ഞിരുന്ന് ഒന്ന് ചിരിച്ചു പോയാൽ തനിക്കുള്ളത് എന്തോ നഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്ന ഉദ്യോഗ പ്രമുഖങ്ങളോടും ബഹുമാന്യനോടും ഞാൻ പറയുവാണ്, നിങ്ങൾക്ക് കിട്ടുന്ന ശ്വാസം ദൈവം തരുന്ന നിധിയാണ്. നിങ്ങൾ പഠിച്ചു കിട്ടിയ ഉദ്യോഗം അത് നാളെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ ഉപ്പിനൊരു വിലയുണ്ട്, നാളെ നിങ്ങളുടെ ഉപ്പിനൊരു വിലയില്ല. നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ചില ഓഫീസുകളിലൊക്കെ കയറി ചെന്നാൽ അവരുടെ ചോദ്യവും ഉത്തരവും അവരുടെ സംസാരത്തിൻ്റെ രീതിയുമൊക്കെ എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ ജനത്തെ സേവിക്കുന്നവരാണ്, നിങ്ങൾ തിരിച്ചറിയണം. ഈ റോഡ് ട്രാൻസ്പോർട്ട് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലി ചെയ്യുന്നവർ RTO ഓഫീസിൽ കാണിക്കുന്ന ഗർവുകൾ, അഹങ്കാരങ്ങൾ. ഒരു വണ്ടി അവന് ലോറി ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലൈസൻസിന് ചെന്നാൽ, ഇല്ലെങ്കിൽ അതൊരു ആവേശാഭാരത്തിൽ എന്നാൽ ഏജൻറ്റുമാരുടെ പൈസ, ഏജൻറ്റുമാരുടെ അപ്പുറത്തെ പൈസ എന്നാലേ നടക്കുള്ളൂ. മറ്റവന് 1000 വർഷം നടക്കും, അവൻ്റെ ജീവിതകാലം മൊത്തവും നടക്കും. ഏജൻറ്റിൻ്റെ പൈസ അതിൻ്റെ ഒരു വിഹിതം മറ്റേ അവിടെ RTO ഓഫീസിൽ ഇരിക്കുന്നവർ. എന്തൊരു അഴിമതിയാണ്. ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കമലഹാസൻ വളരെ ശക്തമായിട്ട് ഈ RTO ഓഫീസിലെ അഴിമതിയെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. ഫിറ്റ്നസ് കൊടുക്കാൻ പറ്റാത്ത വണ്ടികൾക്കെല്ലാം കൊടുത്ത് കുട്ടികൾ മരണപ്പെടുന്നതിൻ്റെയൊക്കെ ഉള്ള ഒരുപാട് ദൃശ്യങ്ങൾ. അഹങ്കാരം പിടിച്ച ഒരു ട്രാൻസ്പോർട്ട് മന്ത്രിയും കൂടെ ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസവും കാണിക്കാം. മന്ത്രിയല്ലേ, മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലേ. പിന്നെ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കുറേയൊക്കെ നീതി നടത്തുന്ന ഒരാളാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം ഷോമാനല്ല. ഇനി ഷോമാനാണെങ്കിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ വെറും സാധാരണ റോഡിൽ കൂടെ പോകുമ്പോൾ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചാൽ തീർന്നത് തന്നെ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇല്ലാതെ പോകും. എന്നോട് പലരും ചോദിക്കും, സ്വാമി ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ, മോളിൽ ആകാശം താഴെ ഭൂമി, ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഇവിടെ ഒന്ന് പറയുന്നു, നാളെ വന്നില്ലെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല, വന്നില്ലെങ്കിൽ ഒന്നുമില്ല, പറഞ്ഞില്ലെങ്കിൽ വല്ല കഷ്ടമുണ്ടോ, പോയി പരമേശ്വരൻ കാന്തല്ലൂർ സ്വാമി ഇഹലോകവാസം വെടിഞ്ഞു, സന്തോഷം, ഇനി അങ്ങേരുടെ ഇതുള്ള വേദാന്തങ്ങളൊന്നും കേൾക്കണ്ടല്ലോ എന്ന് പറയും. അതുകൊണ്ട് സന്തോഷം. വലിയ ഉദ്യോഗ പ്രമുഖന്മാരായിട്ടുള്ള മനുഷ്യരെ നിങ്ങളൊന്ന് ചിരിക്കണം.
നിങ്ങളൊപ്പം ജീവിക്കുന്ന ഭാര്യമാരുടെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അഴിമതിയുടെ പണം കൊണ്ടുണ്ടായി എല്ലാം നഷ്ടപ്പെടും. അഴിമതിക്കാരായ ഒരുപാട് RTO ഓഫീസിലെ ആൾക്കാരെ എനിക്കറിയാം, ഒരുപാട് അറിയാമെന്ന് പറഞ്ഞാൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനത് വിട്ടുകൊടുക്കാറില്ല, ഞാൻ അപ്പം തന്നെ സംസാരിക്കും. അഴിമതി കൊണ്ടൊന്നും നേടേണ്ട ആവശ്യമില്ല എന്ന് തന്നെ വിചാരിക്കും. കാശ് കൊടുത്തും കൈക്കൂലി കൊടുത്തും നേടേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കും. ഇവിടെ കിടക്കും. പക്ഷേ അല്ലേ, കോർപ്പറേഷൻ ഓഫീസുകളിൽ പോയാൽ നടക്കൂ. അഴിമതിയുടെ പണം അർഹതയില്ലാത്ത പണമാണ്. അർഹതയില്ലാത്ത പണം കൊണ്ട് നമ്മൾ നേടിയാൽ ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാവും, ദുരന്തങ്ങളുണ്ടാവും. ഇതിനൊന്നും പരിഹാരമൊന്നുമില്ല. ഇതൊക്കെ ചെയ്ത് റിട്ടയർമെൻ്റ് ആകുമ്പോൾ ഭാര്യയും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വന്ന് എല്ലാം വീടിൻ്റെ ഒരു സൈഡിലെ കസേരയിൽ ഒഴിഞ്ഞിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, പണ്ട് കാലത്ത് നെടുവീർപ്പുകളും നിശ്വാസങ്ങളുമായിട്ട് കണ്ടിരിക്കുമ്പോൾ ചെയ്തു പോയ അഴിമതികളും അഹങ്കാരങ്ങളും. ഞാൻ ഒരു മന്ത്രിയുടെ ഒരു കഥ പറഞ്ഞു. ആ മന്ത്രി അവസാനം ദുരിതപ്പെട്ടാണ് മരിച്ചത്. ഈ മന്ത്രിക്ക് ആ ഓഫീസിലെ ഒരു സ്ത്രീയോട് ഭയങ്കര താല്പര്യം തോന്നി. അവർക്ക് കിട്ടൂല എന്നറിഞ്ഞപ്പോൾ, അവർ തന്നെ പറഞ്ഞതാണ്, ലഭിക്കില്ല എന്നറിഞ്ഞപ്പോൾ ഇവരെ തിരുവനന്തപുരത്ത് നിന്ന് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. അവിടെ ഹൃദ്രോഗിയായ ഭർത്താവും വൈകല്യം പോളിയോ ബാധിച്ച് കിടക്കുന്ന മകളും നല്ലവണ്ണം അവർ പറഞ്ഞു, സാറേ എനിക്ക് ബുദ്ധിമുട്ടാണ്, എന്നെ ഒഴിവാക്കരുത്, എനിക്ക് എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞിനെയും നോക്കണം. രാവിലെ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് വരുന്നത്, കട്ടിൽ നിന്ന് എടുക്കാൻ നിവൃത്തിയില്ല. മാടമ്പിയായ മന്ത്രി ഒരു ദാക്ഷിണ്യവുമില്ലാതെ നിങ്ങളവിടെ പോയി ജോയിൻ ചെയ്യില്ലെങ്കിൽ നിങ്ങളെ ഡിസ്മിസ് ചെയ്യുമെന്ന് പറഞ്ഞു. ചെയ്യാമല്ലോ, അധികാരമിരിക്കുന്നവർക്ക് എന്തും ആകാം. ആ സ്ത്രീ എന്ത് ചെയ്യുന്നറിയോ, ആ പെൺകുട്ടിയെ ഇങ്ങനെ താങ്ങിയെടുത്ത് ആ മേശപ്പുറത്ത് മന്ത്രിയുടെ ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്തു. ആലോചിക്കണം, ശാപം എന്ന് പറയുന്നത് അത് തലമുറകളോളം നിൽക്കും. അവസാനത്തെ കാരാഗ്രഹവാസമൊക്കെ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് എത്രയ്ക്കോ ആൾക്കാർ പറയുന്നത് ചരിത്രങ്ങൾ. ഒരു അതിസുന്ദരിയായ ബ്രാഹ്മണ പെൺകുട്ടി, ആ തലമുറകൾ, അവൾ പഠിച്ചു, അവൾക്ക് ജോലിയില്ല. ഇതുപോലൊരു മന്ത്രി അന്യമതക്കാരനാണ്. ആ പെൺകുട്ടി, നമ്മളിതൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മന്ത്രി തൃശ്ശീലമ്പടനൊക്കെയാണ്. ഈ ബ്രാഹ്മണ പെൺകുട്ടി ഒന്ന് ആലോചിക്കണം. തളർന്ന് കിടക്കുന്ന അച്ഛനും, നമ്മളൊക്കെ കഥകളാണെന്ന് നമ്മൾ വിചാരിക്കും. സഹോദരിമാരും മന്ദബുദ്ധിയായ സഹോദരി, അതൊക്കെ എടുക്കുമ്പോൾ അതിന് കാരണങ്ങളുണ്ട്. ഈ പെൺകുട്ടി ഒറ്റയ്ക്കിടുന്ന് പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി വന്നു. ഏതോ രാഷ്ട്രീയ നേതാവൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ പറഞ്ഞു. ആ പെൺകുട്ടിയെ ഇങ്ങനെ കണ്ടിട്ട് ആ നേതാവ് അന്തം വിട്ടുപോയി. മന്ത്രി, ആ അതിതേജസ്സായ ആ പെൺകുട്ടി, ബ്രാഹ്മണ പെൺകുട്ടിയെ കണ്ടിട്ട് ഇയാൾ മോഹിച്ചു പോയി എന്നാണ് പറയുന്നത്. ബാക്കി ഞാൻ പറയണില്ല. ആ കുട്ടിക്ക് ജോലി കിട്ടി. പിന്നീട് ഇതിൻ്റെ ഫലം എന്താണ്? ഇതിൻ്റെ ഒരു ഫലമുണ്ടല്ലോ. നമ്മൾ ഗതികേട് കൊണ്ട് ഒരു മനുഷ്യൻ ഒരാൾക്ക് അടിമപ്പെടുമ്പോൾ, മറ്റൊരാളുടെ ഗതികേട് ചൂഷണം ചെയ്യുമ്പോൾ, ആ ഗതികേട്ട സമയത്ത് അവരുടെ കണ്ണീരിൻ്റെ ഒരു ശാപമുണ്ട് ഇല്ലേ? ശരീരം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ പവിത്രത, അത് ബ്രാഹ്മണ പെൺകുട്ടിയാണെന്ന് ആലോചിക്കണം. ജോലി കൊടുത്തു, ഇത്ര ഞാൻ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കാതുകളിൽ, എൻ്റെ മനസ്സിൽ, അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, വലിയ ആൾക്കാരൊക്കെയാണ്. ഇതൊക്കെ വലിയ വലിയ വിഷയങ്ങൾ. ഇപ്പോഴൊന്നുമല്ല, തലമുറകൾ, മൂന്നാം തലമുറ. ഞാൻ എപ്പോഴും പറയുമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും, സ്വാമി മൂന്നാം തലമുറയെക്കുറിച്ച് സ്വാമി എപ്പോഴും പറയുന്നുണ്ടല്ലോ. പറയുന്നുണ്ട്. നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഒരാളുടെ വസ്തു കിളച്ചു. ഒരാളുടെ വസ്തു ജീർണിച്ചു പോയ വസ്തുക്കളാണ്. പണ്ട് കാലത്തോടെ തമ്പുരാക്കന്മാർ മാടമ്പികളായിട്ട് ജീവിച്ചിരുന്നവരാണ്. വസ്തു കളച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിലോ തട്ടി. തുറന്നു നോക്കുമ്പോൾ തുറന്ന കുടവാണ്. ഇതെങ്ങനെ അവിടെ വന്നു എന്നതിനെക്കുറിച്ച് അറിയത്തില്ല. ഈ വെട്ടിയ ആൾ ആ സ്വർണ്ണക്കുട കൊടുത്തു. ആ കണ്ടു നിന്ന ആളിന് എന്തോ കൊടുത്തു. ഈ സ്വർണ്ണക്കുട കൊടുത്തു. ഇയാളങ്ങ് കോടീശ്വരന്, സമ്പന്നനായി, വലിയ അബ്കാരിയായി എന്നൊക്കെയാണ് പറയുന്നത്. നാട്ടിലെ വലിയവനായി, പാറമേടയിലെ മുതലാളിമാരായി, പാറമേട പൊട്ടിച്ചങ്ങ് പാറ മുതലാളിയായി. ആ ദേശത്തിൻ്റെ എവിടെ നോക്കിയാലും അറിയാം. ആരുടെയണ്ട വസ്തു കിളച്ചപ്പോൾ കിട്ടിയ ഒരു സ്വർണ്ണക്കുടമാണ്, സ്വർണ്ണ കടത്തിയതാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയപ്പെടുന്ന കഥകളാണ്. എൻ്റെ അടുത്ത് ആൾക്കാർ പറയുന്നതാണ്. സ്വാമി ഇതുകൂടെ പറയണേ. അപ്പോൾ ഞാൻ എൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കും. നമ്മളത് നോക്കുമ്പോൾ അത് ശരി തന്നെയാണ്. എന്താണ്
ഭയങ്കര കുന്നിൻ മുകളിൽ വലിയ വീടൊക്കെ വെച്ച് വലിയ കാര്യങ്ങളൊക്കെ നടത്തി ലോകത്തിലെ ബാക്കിയുള്ള പാറകളൊക്കെ പൊട്ടിച്ച് നാട്ടുകാർക്ക് കൊടുത്ത് ഭൂമിയും പുലർത്തി, ഭൂമിയുടെ അന്ധകാരവും പുലർത്തി, നിഗൂഢതയും പുലർത്തി, ഭൂമിയുടെ സത്യമല്ലാത്തതും ഒക്കെ പുലർത്തി പണം ഉണ്ടാക്കി ഒടുവിൽ എന്താണ് ക്യാൻസർ ബാധിതനായി. എവിടെയാണ്? നട്ടെല്ലിൽ. അത് ഒരാൾക്കാണോ? ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പോലും ക്യാൻസർ എന്ന് പറയുന്ന ബാധ വന്ന് തകർന്ന് തരിപ്പണമായി അനാഥമായി പോയി. അവിടെ ദൈവം കരുണയൊന്നും കാണിക്കില്ല. വീട്ടിൽ കുറേ പൂജാരിമാരെ വിളിച്ച് കുറേ പരിഹാരം ചെയ്തിട്ടും കാര്യമില്ല. പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി കൊടുത്താൽ പിതൃക്കളും കനിയില്ല. ഞാനീ പറഞ്ഞു വന്നത് അധികാര കസരിലിരിക്കുന്നവരുടെ ഗർവ്, മറ്റുള്ള മനുഷ്യരോടുള്ള സമീപനം, സാധാരണക്കാരായ ജനങ്ങളോടുള്ള അവരുടെ കാഴ്ചപ്പാട്, ഇതിനെല്ലാം നിങ്ങൾ വ്യത്യാസം വരുത്തണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അഴിമതിയിലൂടെ നേടുന്ന പണം, അത് മക്കൾക്ക് സ്വർണം, പെൺമക്കൾക്ക് സ്വർണം വാങ്ങിക്കൊടുത്താൽ, മക്കളെ പഠിപ്പിക്കാനെടുത്താൽ ആ മക്കളൊക്കെ ജീവിതത്തിൻ്റെ അവസാനത്ത് നിങ്ങളെ തള്ളിക്കളയുന്നുള്ളൊരു യാഥാർത്ഥ്യം ഞാൻ പറയുവാണ്. ഇത് പറയുന്ന കഥകളല്ല, എൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ചില സത്യങ്ങൾക്ക് മുമ്പിൽ നാവ് പൊക്കി ഇതിന് മറുപടി കൊടുക്കാനും ഫലം പറയാനും ഇതിന് പരിഹാരം ഉണ്ടെന്നും പറയാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാൻ പറയുവാണ്. ഒരാൾ അഴിമതിക്കാരൻ, ഇതുപോലെ RTO ഓഫീസിൽ വലിയ ആളായിരുന്നു. 3 പെൺമക്കളും പഠിപ്പിച്ചിട്ടും വിവാഹം കഴിയാൻ നിവൃത്തിയില്ലാതെ 2 മക്കളും ഇറങ്ങിപ്പോയി. ആ 2 കൂടെ പോയി. ആ 3ാമത്തെ കുട്ടി തൂങ്ങി മരിച്ചു. അഴിമതി പണം തരുന്ന ദുരന്തങ്ങൾ ഇതെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? നിങ്ങൾ ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു മാനസാന്തരം ഉണ്ടാകട്ടെ എന്നാണ്, അല്ലേ? ഞാനിപ്പോൾ ഈ പൂജ പരിഹാരങ്ങൾ നിർത്തുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു. കാരണം എനിക്ക് പറ്റുന്നില്ല, ഒന്നും പരിഹാരം ഉണ്ടാവുന്നില്ല. പിന്നെ പിതൃദോഷങ്ങൾ മാത്രമേ, പിതൃക്കൾക്കുള്ള ദോഷങ്ങൾ എത്ര ചെയ്താലും, കാക്കയ്ക്ക് എള്ളും ചോറും കൊടുത്താലും, ഇച്ചിരിയുള്ള ഒരു ചിരട്ടയിൽ വെച്ച് കൊടുത്താലും, പിന്നെ ഒരു ധൂമാപതിൻ്റെ ഹോമമുണ്ട് പിതൃദോഷങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള, ഇതൊക്കെ അല്ലാതെ ബാക്കിയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെ പറ്റാത്ത അവസ്ഥകളിലാണ്. പരിഹാരമില്ലേ സ്വാമി എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാനാണ് ഇഷ്ടം. എന്താ പരിഹാരം? വിധിയല്ലേ വിധി. എൻ്റെ തന്നെ പല കാര്യത്തിനും ഒരു പരിഹാരവും ഇല്ല. ഞാൻ ഇങ്ങനെ ചിലപ്പോൾ എനിക്ക് എന്തോന്ന് ദൈവം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ച്? സത്യസന്ധതയില്ലാത്ത ലോകത്ത് നമ്മൾ വന്ന് ജനിച്ചു പോയി, അല്ലേ? എന്ത് ചെയ്യാനാണ്? ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങൾ അത് മാത്രമാണ് കേൾക്കുന്നത്. ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ പോലും അതും ദുഃഖമായിട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത്. അത് ഇയാൾക്കല്ല അടിച്ചത്, വേറൊരാൾക്കാണ്. അപ്പോൾ അടിച്ചുകൊണ്ട് അത് ഇങ്ങനെയായി അങ്ങനെയായി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദുഃഖ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നല്ല കർമ്മങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ വേറൊരു കാര്യം കേട്ടു. ഒരാൾ ഒരു പെൺകുട്ടി വിധവയായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ വളർന്നൊരു മകനുമുണ്ട്. അവിടെ ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് അവളെ പറഞ്ഞ് നമുക്ക് 2 കൂടെ ജീവിക്കാം, എനിക്ക് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് അവൾ ദൈവഭാഗ്യം കൊണ്ട് അവൾ ശരീരമൊന്നും കൊടുത്തില്ല. അവൾ അവനെ ഒന്ന് പഠിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവൾ ജീവിതകാലത്തേക്ക് ഉണ്ടാക്കിയ ഒരു പണം പെട്ടെന്നൊരു അത്യാവശ്യം ഒരാഴ്ച കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ് കൊടുത്തു. കിട്ടുമോ സ്വാമി? കിട്ടൂല എന്ന് ഞാൻ പറഞ്ഞു. കിട്ടട്ടെ എന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കും. അതൊരു മഹാഭാഗ്യം. അവൾ ആത്മീയ ലൈനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സ്വാമി എന്തായാലും അവൻ പോവും. അപ്പോഴാണ് അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ 2 കാര്യത്തിൽ ഈ 2 വിവരം പറഞ്ഞു, ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ഇത്ര ലക്ഷം രൂപ അവളുടെ ജീവിതകാലത്തുണ്ടാക്കിയ ഒരു ലക്ഷക്കണക്കിന് രൂപയും കൊണ്ടാവാണ് അവൻ പോയി. അവൻ കൊടുക്കും. ഒരു പണം ഒരാളുടെ കയ്യിലായി പോയാൽ, നന്മയുള്ള മനുഷ്യരുണ്ട്, ബിസിനസ്സിനൊക്കെ പണം വാങ്ങിയിട്ട് ഒരു രേഖയില്ലാതെ കൊടുത്തിട്ട് കൃത്യമായിട്ട് ബുദ്ധിമുട്ടി പലിശയൊക്കെ കൊടുക്കുന്നവരുണ്ട്. പക്ഷേ പണം വാങ്ങിക്കൊണ്ട് പോയാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തത് തന്നെ തിരിച്ചു കിട്ടിയാൽ മഹാഭാഗ്യം. നിവൃത്തികേടല്ല. അവന് നിവൃത്തികേടുള്ളവനല്ലേ കടം വാങ്ങിക്കുള്ളൂ. നിവൃത്തികേടുള്ളവനല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. സമ്പന്നമായ പണമുള്ളവൻ അത് എൻ്റെ ആവശ്യമില്ലല്ലോ. പണം കടക്കെടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു ശത്രുവിനെ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. എനിക്കൊരു ശത്രുവിനെ ഞാൻ സഹായിച്ചു, അവൻ എൻ്റെ ശത്രുവായി. ഞാൻ ശത്രുക്കളുണ്ടോ? നമ്മൾ സഹായിച്ചവർ മാത്രമേ കാണുള്ളൂ. ഒരിക്കലെങ്കിലും കൈപിടിച്ച് നടത്തിയവരോ, ഒരിക്കലെങ്കിലും അന്നം മേടിച്ചു കൊടുത്തവരോ, ഒരിക്കലെങ്കിലും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചവരോ അവരായിരിക്കും നമ്മുടെ പ്രമുഖരായ ശത്രുക്കൾ. എന്നെ എത്രയോ പേര് പറയുന്ന കഥകൾ നമ്മൾ ദുബായിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഥകൾ സ്നേഹിച്ചവരും ഉത്തമത്തിൽ ജീവിച്ചവരും ജീവിതത്തിൻ്റെ അവസാനം ഞാൻ മരിക്കുമ്പോൾ കരയാൻ നീ മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ എത്രയോ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. ഞാൻ ഒറ്റയ്ക്ക് കാന്തല്ലൂർ ജീവിക്കുമ്പം, ഞാൻ മരിച്ചാൽ നീ കരയുമല്ലല്ലോടാ. അതെന്താ സ്വാമി അങ്ങനെ ചോദിക്കണേ? ഞാൻ പറഞ്ഞാൽ നീ കരയാൻ ഒരാളെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ടീച്ചറെ കല്യാണം കഴിക്കേണ്ട മുമ്പാണ്.
കരയാൻ ആളില്ലാത്ത ഒരാളെ കുറിച്ച് അങ്ങനെ വെണ്ണി അന്ന് ഞാൻ എണ്ണും 1 2 3 അത്രയും പേര് ചിലപ്പോൾ കരയുമായിരിക്കും. പിന്നീട് മനസ്സിലായി ആരും കരയില്ല. ആരും കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും നമുക്ക് ആ രംഗം കാണാനുള്ള മാനസികാവസ്ഥ നമ്മൾ അറിയുന്നില്ലല്ലോ. ഞാൻ പറയും സുഖമാണോ സ്വാമി? എവിടെ സുഖം? സുഖമെന്ന് പറയുന്ന അവസ്ഥ ജഡാവസ്ഥയിലേ ഉള്ളൂ. മരിച്ചു കിടക്കുമ്പോൾ നല്ല സുഖമാണ്, നമ്മളൊന്നും അറിയണില്ല, ശ്വാസവും ഇല്ല, ഒന്നും അറിയണമില്ല. നമ്മളെപ്പോഴാണോ അറിവ് നമുക്കുണ്ടാകുന്നത്, ആ അറിവുള്ളപ്പോഴെല്ലാം നമ്മൾ സുഖവും ദുഃഖവും തത്തുല്യമായി അനുഭവിച്ചേ പറ്റൂ. ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് ഞാൻ പറയുന്നത്. ആരുമുണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. എൻ്റെ അടുത്ത് ഭാര്യ പറഞ്ഞ പോലെ, സ്വാമി അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഞങ്ങൾ 2 മുറിയിലായിരുന്നു, അദ്ദേഹം മരിച്ചു, ഇപ്പോൾ ചുവരിലെ ഫോട്ടോ നോക്കി ഞാൻ ചോദിക്കും നിങ്ങളെന്നെ സ്നേഹിച്ചിരുന്നോ എന്ന്. നിങ്ങൾ ചോദിക്കൂ, എന്തൊരർത്ഥവത്തായിട്ടുള്ള കാര്യമാണ്. അയാളങ്ങ് മരിച്ചു പോയപ്പോൾ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ടി വിയുടെ മുമ്പിൽ ഇവർ അപ്പുറത്തെ മുറിയിലുമായിരുന്നു. 2 TV 2 മുറിയിൽ. അയാൾ മരിച്ചപ്പോഴാണ് ഏകാന്തത. മക്കളെ ഒരു മകനെ കണ്ടുള്ള വിദേശത്ത് കല്യാണം കഴിച്ച് വല്ലപ്പോഴും ചോദിക്കും. മരണം കഴിച്ച് ഇവിടെ വന്ന് തിരുവല്ലത്ത് വന്ന് ബലിയിടണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഉച്ചയ്ക്ക് പ്രളയത്തിൽ പോയി. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പം ബലിയിടാതെ പോയി സ്വാമി. എന്ത് ചെയ്യാനാ? മകൻ ബലിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ, ഞാൻ പണ്ട് പറഞ്ഞ ഒരു കഥ പോലെ, ഒരു തഹസീൽദാർ അച്ഛൻ കിടന്ന് ചുമച്ച് പിന്നെ മരണശൈലിയിൽ അന്ത്യശ്വാസം വലിക്കുമ്പോൾ ശാന്തമാകുമ്പോൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു ചിരട്ടയോ പാത്രമോ കണ്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ മരിച്ചു. ശവദാഹം കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഈ അച്ഛൻ ഇത് വേണ്ടല്ലോ എന്ന് തഹസീൽദാർ ഈ പാത്രോട് ദൂരെ എറിഞ്ഞു. അപ്പോൾ മകൻ അത് എടുത്തുകൊണ്ട് വെച്ചു. നീ എന്താണ് എടുത്തുകൊണ്ട് വെച്ച്? അല്ല, അച്ഛൻ കിടന്ന് വലിക്കുമ്പോൾ എനിക്ക് തരാനുള്ളതാണ്, ഒരു പാത്രം കാശ് കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ. അങ്ങനെ ലോകം തിരിച്ചിങ്ങനെ ദൈവം കാണിച്ചു തരും. ഇങ്ങനെ നമുക്ക് ഇല്ലേ? ഓരോ തലമുറ, നീ നിൻ്റെ അച്ഛനോട് മാതാപിതാക്കൾക്കൂടെ എന്ത് ചെയ്തു, അത് നിൻ്റെ സന്താനം നിന്നോട് ചെയ്യും. നീ എങ്ങനെയാണ് നിൻ്റെ മാതാപിതാക്കളോട് പെരുമാറിയത്, അതുപോലെ നിൻ്റെ സന്താനം നിന്നോട് പെരുമാറും. നീ നിൻ്റെ അച്ഛനോട് ചെയ്ത ദുഃഖത്തിൻ്റെ തോത് നിൻ്റെ മകൻ നിനക്ക് അറിയിച്ചു തരും, അല്ലെങ്കിൽ നിൻ്റെ മകൾ അറിയിച്ചു തരും. ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി, ഏക മകളാണ്. അച്ഛൻ പോയി ആത്മഹത്യ ചെയ്തു. അമ്മയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അവർ ദയനീയമായി ഒറ്റയ്ക്ക് ജീവിച്ചു. ഇവർ വിദേശത്തൊക്കെ പോയി വലിയ ഏതാളായി. ഈ അമ്മയെ തിരിഞ്ഞു പോലും നോക്കിയില്ല. വലിയ പ്രശസ്തയായി, ആത്മകഥയൊക്കെ എഴുതി, അച്ഛനെക്കുറിച്ചൊക്കെ എഴുതി തിരിച്ചു വരും. അവസാനം അവരനുഭവിച്ച ഒരു ദുരന്തമുണ്ട്. എന്താണോ ഈ അച്ഛനും അമ്മയും അനുഭവിച്ചത്, സ്വന്തം കൺമുമ്പിൽ അത് അനുഭവിക്കേണ്ടത്. നിങ്ങൾ എൻ്റെ നോവ് കടൽ എന്നൊരു പുസ്തകമുണ്ട്. നോവ് കടൽ. കടൽ കാണുമ്പോൾ നല്ല സൗന്ദര്യമാണ്, പക്ഷെ നമ്മൾ കടലിലേക്ക് ഇറങ്ങിപ്പോയാൽ കടൽ നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അനുഭവ കഥകളാണ് നോവ് കടൽ. ജീവിതത്തിൻ്റെ യഥാർത്ഥമായ യാഥാർത്ഥ്യങ്ങൾ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖങ്ങൾ, നമുക്ക് സർവ്വവും സഹിക്കാനുള്ള ശക്തി തരൂ. ഇന്ന് ഞാൻ സഹിക്കാനുള്ള ശക്തിയോടുകൂടി ജീവിച്ചിരിക്കുന്നു ദൈവമേ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്, ആ ശക്തി എനിക്ക് പിടിച്ചു നിൽക്കാനും സഹിക്കാനുള്ള ശക്തി തരുവ് ദൈവമേ എന്നാണ് ഞാൻ എല്ലാ ദിവസവും ഞാൻ പറയുന്നത്. നാളെ ഉണ്ടെങ്കിൽ ഞാൻ ടീച്ചറിനോട് പറയും, നാളെ ഉണ്ടെങ്കിൽ പോയി പറയാം, വീഡിയോയിൽ പോയി 2-3 വാക്കുകൾ ആൾക്കാരിൽ നിന്ന് കിട്ടുന്ന 2-3 വാർത്തകൾ എല്ലാവരെയും അറിയിക്കാമല്ലോ എന്ന്. അതുകൊണ്ട് ഉണ്ടെങ്കിൽ കാണാം എന്ന് പറയുന്നത്, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ വന്ന് ഇത് ഇവിടെ വാർത്ത പറയും എന്നുള്ളത്, എനിക്ക് കിട്ടുന്ന അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരികയും ആ അറിവുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാക്കുകയും ചെയ്തിട്ടില്ല. യൂട്യൂബ് ചാനലൊക്കെ പരദൂഷണങ്ങളും ഇല്ലായ്മയൊക്കെ ചെയ്ത്, എല്ലാം ഒന്നുമില്ല, കുറച്ച് യൂട്യൂബ് അങ്ങനെയൊക്കെ ചെയ്യും. അതൊന്നുമില്ലാതെ സത്യസന്ധമായ വാർത്തകൾ ഉണ്ടാക്കുന്ന മറുനാടൻ ഷാജനെ പോലുള്ള ഒരുപാട് നല്ല നല്ല യൂട്യൂബ് ചാനലുകളുണ്ട്. സത്യസന്ധമായ വാർത്തകൾ വായിക്കുന്ന, ഹൈന്ദവയുടെ ധർമ്മം നിലനിർത്തുന്ന ചില യൂട്യൂബ് വാർത്തകളൊക്കെ ഉണ്ട്. നമ്മുടെ DNA അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് പുതിയ വാർത്തകളായിട്ട് ഇനിയും വരാം. വളരെ സന്തോഷം. ഇനിയും വാർത്തകൾ എന്നെ ഇപ്പോൾ വിളിക്കുന്ന പലരും ചോദിക്കുന്ന കാര്യം, സ്വാമി ഇത് DNA പോയി പറഞ്ഞു കളയരുതല്ലേ? പിന്നെ എന്ത് പറയാനാണ്? എനിക്ക് ഉണ്ടാക്കിയൊന്നും പറയാൻ പറ്റില്ലല്ലോ. എന്നെ വിളിക്കുമ്പോൾ അതിൻ്റെ പേരും നാളും നക്ഷത്രവും ഒന്നും പറയാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. അതാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമസ്കാരം.